السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلوات ربي وسلامه على من أرسل رحمة للعالمين وعلى آله وأصحابه أجمعين وبعد. സ്നേഹമുള്ളവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അവകാശങ്ങൾ ചോദിക്കുവാനായി നിങ്ങൾ മുൻനിർത്തുന്ന അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സത്യവിശ്വാസികളെ, ഇന്ന് നാം നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരാളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കരുണാർദ്രമായ ഹൃദയവും ഉദാത്തമായ സ്ഥാനവും അലങ്കരിക്കുന്ന ഒരാൾ, കരുണയുടെ വറ്റാത്ത ഉറവയും നിറഞ്ഞൊഴുകുന്ന സുഹൃതങ്ങളുടെ അരുവിയുമായ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബ. അള്ളാഹു ഉപ്പയെ മുൻനിർത്തി വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തിട്ടുണ്ട്, ശപഥം നടത്തിയിട്ടുണ്ട്. വവാലിദിൻ വമാ വലദ്, പിതാവു ജനിപ്പിച്ച സന്തതികളും സാക്ഷി. അത്ഭുതപ്പെടാനൊന്നുമില്ല. ഉപ്പ കുടുംബത്തിന്റെ നെടുന്തൂണും ചട്ടക്കൂടുമാണ്, നമ്മുടെ കോട്ടയും കരുത്തുമാണ്. കുടുംബത്തെ പോറ്റുന്നതും കുടുംബമെന്ന ഉത്തരവാദിത്വം ചുമക്കുന്നതും ഉപ്പയാണ്. ഹൃദയം കൊണ്ട് ഉപ്പ നമുക്ക് കാവലൊരുക്കുകയും മനസ്സുകൊണ്ട് നമ്മെ കാക്കുകയും ചെയ്യുന്നു. മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ പിതാവ് യഅ്ഖൂബ് അലൈഹിസ്സലാം കാണിച്ച ശ്രദ്ധയും മകൻ ദൂരെ പോവുന്നതിൽ ആ പിതാവിനുണ്ടായ ദുഃഖവും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. ഇന്നി ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് എനിക്കു വിഷമമുണ്ടാക്കുന്നു. ഇനി ഒരു പടി കൂടി കടന്ന് സ്വന്തം മകനെ നഷ്ടമായ ശേഷം യഅ്ഖൂബ് നബിയുടെ അവസ്ഥ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: വബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്ൻ ഫഹുവ കദീം, ദുഃഖം കാരണം അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും വെളുത്തു വിളറി, അദ്ദേഹം അതീവ ദുഃഖിതനായി. ഇതാണൊരു പിതാവ്. ഉപാധികളില്ലാതെ ഉപ്പ നമ്മെ സ്നേഹിക്കുന്നു. വില നോക്കാതെ നമുക്കെന്തും ഉപ്പ നൽകുന്നു. പകൽ മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ആകുലതകളും ക്ഷീണവും വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉപ്പ വീട്ടിൽ വരുന്നു. മക്കൾ ഓരോരുത്തരും സന്തോഷത്തോടെ ഇരിക്കണമെന്നു മാത്രമാണ് ഉപ്പാന്റെ ആകെയുള്ള ആധി. എന്നെക്കാൾ മികച്ച ജീവിതവും ഞാൻ നേടിയതിനേക്കാൾ മെച്ചപ്പെട്ട പഠനവും എന്റെ മക്കൾക്കു ലഭിക്കണമെന്നാണ് ഓരോ ഉപ്പയും ആഗ്രഹിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ സുന്ദരകാലം ഉപ്പ മക്കളുടെ പഠനത്തിനും ശിക്ഷണത്തിനുമായി ചെലവഴിക്കുകയാണ്. മക്കളുടെ ഉന്നതിക്കായി എല്ലാം ചെലവാക്കുകയാണ്. മനസ്സ് നീറുമ്പോഴും ഉപ്പ മിണ്ടാതിരിക്കും. തന്റെ വിഷമങ്ങൾ തന്റേതു മാത്രമാക്കി വെക്കും. നമ്മളാരോടും ഉപ്പ ആവലാതി പറയാറില്ല. നമ്മോടുള്ള കരുണയാണത്. നമ്മുടെ മനസ്സുകൂടി പരിഗണിച്ചതുകൊണ്ടാണത്. വല്ലാഹു അലീമും ബിദാത്തിസ് സുദൂർ, നമ്മുടെ ഹൃദയത്തിലുള്ളത് പോലും അള്ളാഹു അറിയുന്നുണ്ടല്ലോ. മക്കൾ ഉറങ്ങുമ്പോഴും എത്ര രാവുകളിലാണ് ഉപ്പ ഉറക്കമൊഴിച്ചിട്ടുള്ളത്. നമ്മൾ അറിയാതെ എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ ഉപ്പ സഹനത്താൽ ഉരുകിയൊലിച്ചിട്ടുണ്ട്. ഉപ്പയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് യതീമിനോട് ചോദിച്ചു നോക്കണം. ഉപ്പയുടെ ഒരു ചേർത്തുപിടുത്തവും ചൂടുമില്ലാത്തതിനാൽ അവൻ എത്ര വിഷമിക്കുന്നുവെന്ന് അവനിൽ നിന്നു മനസ്സിലാക്കണം. ഒരു തുണയും സഹായവുമില്ലാതെ അവൻ എത്ര കഷ്ടപ്പെടുന്നു എന്ന് നാം അറിയണം. ഉപ്പയുടെ അസാന്നിധ്യം അവന്റെ മനസ്സിൽ തീർത്ത മറ്റാർക്കും പരിഹരിക്കാനാവാത്ത ശൂന്യതയെക്കുറിച്ചും നാം ആ യതീമിനോടൊന്ന് ചോദിച്ചു നോക്കണം. പിന്നെയും ഉപ്പ എന്ന ആ വലിയ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കാത്ത മക്കളെ കാണുന്നത് എത്ര അത്ഭുതകരമാണ്. മക്കൾ ഉപ്പയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഉപ്പാനോട് മുഖം ചുളിക്കുന്നതും ഉപ്പാന്റെ അഭിപ്രായത്തെ അവമതിക്കുന്നതും എത്ര വിചിത്രമാണ്. അള്ളാഹു അവനെ ആരാധിക്കുന്നതിനോട് ചേർത്തുകൊണ്ടു പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കളോട് നന്നായി പെരുമാറുക എന്നത്. അതെന്തേ നാം മനസ്സിലാക്കാത്തത്? അള്ളാഹു പറഞ്ഞു,
وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا തന്നെയല്ലാതെ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്കു നന്മ ചെയ്യണമെന്നും താങ്കളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. നമ്മുടെ പ്രവാചകർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദ്. അതായത് റബ്ബിന്റെ തൃപ്തി ഉപ്പയുടെ തൃപ്തിയിലാണ്. അതേസമയം ഉപ്പ കോപിച്ചാലോ അള്ളാഹുവും കോപിക്കും. അതുകൊണ്ട് ഉപ്പമാരുടെ കാര്യത്തിൽ നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രത്യക്ഷത്തിൽ പരുഷമെന്ന് നാം വിചാരിക്കുമെങ്കിലും ഉപ്പാന്റെ ഹൃദയം അങ്ങേയറ്റം ലോലമാണ്. ഉപ്പ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും ഉപ്പയുടെ വികാരങ്ങൾ വ്രണപ്പെടുന്നുണ്ട്. മകൻ തന്നെ ധിക്കരിക്കുമ്പോൾ സ്വന്തം ശരീരത്തിന് അസുഖം വരുന്നതിലേറെ ഉപ്പ വേദനിക്കുന്നുണ്ട്. മകൻ തന്നെ രൂക്ഷമായി നോക്കുമ്പോഴും തന്നോട് പരുഷമായി സംസാരിക്കുമ്പോഴും ആ മനസ്സ് വിങ്ങുന്നുണ്ട്. മക്കൾ ഇത്തരം കാര്യങ്ങൾ ചെറുതായി കരുതുകയാണ്. പക്ഷേ ഉപ്പാക്ക് അത് വലുതാണ്. ഇനി മാതാപിതാക്കളോട് നന്ദികേട് കാണിച്ചവന്റെ അന്ത്യനാളിലെ സ്ഥിതിയോ? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഓർക്കുക, ഓരോ മനുഷ്യരും താൻ ചെയ്ത നന്മയുടെയും തിന്മയുടെയും ഫലം നേരിൽ കണ്ടറിയുന്ന ദിവസം വരാനിരിക്കുന്നു. ആ ദിവസവും താനും തമ്മിൽ ഏറെ ദൂരെയായിരുന്നെങ്കിലെന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിച്ചു പോകും. അന്ന് അന്ത്യനാളിൽ അവിടെ വെച്ച് ഓരോ നോട്ടത്തെക്കുറിച്ചും ഓരോ വാക്കിനെക്കുറിച്ചും നാം ചോദ്യം ചെയ്യപ്പെടും. ഉപ്പാനോട് കാണിച്ച നന്ദികേടും ഉപ്പാന്റെ കാര്യത്തിൽ നാം വരുത്തിയ ഉപേക്ഷകളുമെല്ലാം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഉപ്പമാർക്ക് നന്മ ചെയ്യുക, അവർക്കു സേവനം ചെയ്യുക, അവരെ വഴിപ്പെടുകയും അവരുടെ വിളി കേൾക്കുകയും ചെയ്യുക. നമ്മുടെ സഹോദരങ്ങളുമായി ശണ്ട കൂടി ഉപ്പമാരെ ദുഃഖിപ്പിക്കരുത്. എപ്പോഴും ഉപ്പയുടെ അഭിപ്രായം ആരായുക, ഉപ്പയുടെ കൈയും തലയും ചുംബിക്കുക, വേണ്ട വിധം ഉപ്പായെ പരിഗണിക്കുക. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ആ മര്യാദകൾ നാം പഠിക്കണം. എപ്പോഴൊക്കെ തന്റെ പിതാവ് വന്നാലും ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖാമത് ഇലൈഹി ഫഅഖദത് ബിയദിഹി ഫഖബ്ബലത്ഹു വഅജ്ലസത്ഹു ഫീ മജ്ലിസിഹാ. എഴുന്നേറ്റു നിന്ന് ഉപ്പാന്റെ കൈ പിടിക്കുകയും ചുംബിക്കുകയും തന്റെ സ്വന്തം ഇരിപ്പിടത്തിൽ ഉപ്പാനെ ഇരുത്തുകയും ചെയ്യുമായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് ഉപ്പാക്ക് നമ്മുടെ അല്പസമയം മാറ്റിവെക്കുക. നമ്മുടെ സ്വത്ത് ഉപ്പാക്ക് വേണ്ടി ചെലവഴിക്കുക. നമ്മുടെ തന്നെ ഉറവിടവും നിലനിൽപ്പിന്റെ നിദാനവുമായ ഉപ്പയോട് പിശുക്കു കാണിക്കുന്ന മക്കളായി നാം മാറാതിരിക്കുക. ഒരാളോട് പ്രവാചകർ പറഞ്ഞത് ഇങ്ങനെയാണ്: അൻത വമാലുക ലി അബീക്. നീയും നിന്റെ സ്വത്തും മുഴുവൻ ഉപ്പാക്കുള്ളതാണ്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കായി സമ്പത്തു ചെലവഴിച്ചതാരാണ്? നമുക്കായി അധ്വാനിച്ചതാരാണ്? ഇന്നു നാം വലുതായി അറിവൊക്കെ നേടി തൊഴിലൊക്കെ ആവുമ്പോൾ ഉപ്പാക്ക് വിലയില്ലാതാവുകയോ? ഉപ്പയുടെ വിഷമത്തിൽ നാം പങ്കുചേരണം. നന്മ ധാരാളമായി ഉപ്പമാർക്കു ചെയ്തു കൊടുക്കണം. അള്ളാഹു നൽകിയ വലിയ നന്മയുടെ കവാടമാണ് നമ്മുടെ ഉപ്പ. സ്വർഗത്തിലേക്ക് തുറന്നു വെക്കപ്പെട്ട മഹത്തായ കവാടമാണത്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗത്തിന്റെ ഒത്ത നടുവിലെ വാതിലാണ് നമ്മുടെ ഉപ്പ. നന്മ ചെയ്തുകൊണ്ട് ആ വാതിൽ വഴി നമുക്ക് സ്വർഗത്തിലെത്താം. അല്ലെങ്കിൽ നന്ദികേട് വഴി ആ വാതിൽ അടച്ചു വെച്ച് നമുക്ക് സ്വർഗത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോവുകയും ആവാം. അതുകൊണ്ട് ഉപ്പാന്റെ അവകാശങ്ങൾ വീട്ടുക, അധ്വാനത്തിന് കൃതജ്ഞത കാണിക്കുക, ഒറ്റയ്ക്കാവുമ്പോൾ ഉപ്പാക്ക് കൂട്ടാവുക, ഉപ്പാന്റെ മുന്നിൽ നമ്മുടെ ശബ്ദം താഴ്ത്തുക. ഉപ്പാനെ പേര് വിളിക്കരുത്, ഉപ്പയുടെ മുന്നിൽ നടക്കരുത്. ഉപ്പ ഇരിക്കുന്നതിനു മുമ്പ് നാം ഇരിക്കുകയുമരുത്. നാം അവരെ സ്നേഹിക്കുന്നുവെന്നും അവരെ വിലമതിക്കുന്നുവെന്നും ഉപ്പാനെ ബോധ്യപ്പെടുത്തണം. സത്യവിശ്വാസികളെ, ഉപ്പയുടെ സ്ഥാനം തന്നെയാണ് നമ്മുടെ വല്യുപ്പമാർക്കുമുള്ളത്. അത് ധാരാളം സ്വഹാബിമാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. വയസ്സു കൂടുമ്പോൾ സ്വാഭാവികമായും പ്രയാസങ്ങളും വർദ്ധിക്കും. പേശികൾ ക്ഷയിക്കുകയും കരുത്തു കുറയുകയും ചെയ്യും. അത്തരം സന്ദർഭത്തിൽ ആളുകൾ പെട്ടെന്നു വികാരാതീതരാവും.
അനുകമ്പയുടെ കരങ്ങളും ആശ്വാസവാക്കുകളും അവർ പ്രതീക്ഷിക്കും. ഇവിടെയാണ് മക്കളും പേരമക്കളും അവരുടെ അന്തസ്സും തറവാടിത്തവും കാണിക്കേണ്ടത്. വയസ്സായ ഉപ്പയുടെയോ വല്ലിപ്പയുടെയോ സാന്നിധ്യം അവർക്കു നന്മയും സേവനവും ചെയ്യാനുള്ള അവസരമായി അവർ ഉപയോഗപ്പെടുത്തും. അള്ളാഹു പറഞ്ഞത്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമ എന്നാണ്. ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ അവർ രണ്ടുപേരിൽ ഒരാളോ വയസ്സായ സമയത്തു താങ്കളോട് കൂടെയുണ്ടായാൽ അവരോട് ഛേ എന്നു പോലും പറയരുത്, അവരെ വിരട്ടരുത്. മാത്രമല്ല അവരോട് നല്ല സംസാരം നടത്തുകയും വേണം. ഉപ്പയോ വല്ലിപ്പയോ ഇന്ന് കൂടെയുള്ളവരോടാണ്. അവരുടെ സാന്നിധ്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അവർ തിരിച്ചുപോയാൽ പിന്നെ അവരുണ്ടാവില്ല. എത്ര പരതിയാലും ഓർമ്മകൾ മാത്രമാണ് ബാക്കിയാവുക. അതുകൊണ്ട് അവരുടെ തൃപ്തി നേടുക, അവരുടെ പ്രാർത്ഥന കരസ്ഥമാക്കുക. നമ്മുടെ പ്രവാചകര് പറഞ്ഞിട്ടുണ്ട്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന. 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിലൊന്ന് ഉപ്പാന്റെ പ്രാർത്ഥനയാണ്. ഉപ്പയോടോ വല്ലിപ്പയോടോ വല്ല വീഴ്ചയും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം ഒരു പുതിയ തുടക്കവും നന്മയുടെ ആരംഭവുമാകണം. വിങ്ങിയ മനസ്സിന് ആശ്വാസമാവുന്ന ഒരു വാക്ക് നാം അവരോട് പറയണം. കഴിഞ്ഞ വീഴ്ചകൾ പരിഹരിക്കുന്ന ഒരു സേവനം അവർക്ക് വേണ്ടി നാം ചെയ്യണം. നാം ചെയ്യുന്ന നന്മ തിരിച്ചു കിട്ടുന്ന ഒരു കടമാണ് എന്ന് മറക്കാതിരിക്കുക. നമുക്കു ശേഷവും നിലനിൽക്കുന്ന നീണ്ട സ്മരണയാണത് എന്നും ഓർക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയ പിതാവിനെ സ്നേഹപൂർവം ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്തുകൊണ്ട് യാ അബത്തി എന്ന് വിളിച്ചത് ഖുർആൻ ഉദ്ധരിച്ചു. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മകനുണ്ടായപ്പോൾ ആ മകനും തന്റെ പിതാവിനെ സ്നേഹപൂർവം യാ അബതിഫ് അൽ മാ തുമർ, പ്രിയപ്പെട്ട ഉപ്പാ, കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊള്ളുക എന്ന് സ്നേഹപൂർവം പറയുകയുണ്ടായി. ഇനി ഉപ്പയും വല്ലിപ്പയുമൊക്കെ മരണപ്പെട്ടു പോയവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്കു നന്മ ചെയ്യാനുള്ള അവസരം അവസാനിച്ചിട്ടില്ല എന്നതാണ്. നാം അവരുടെ ഖബർ സന്ദർശിക്കണം, നിസ്കാരത്തിൽ അവർക്കായി പ്രാർത്ഥിക്കണം, ഒഴിഞ്ഞ നേരങ്ങളിൽ അവർക്കു വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അവർക്കായി ദാനം ചെയ്യണം, അവരുടെ നന്മകൾ ഓർക്കുകയും പറയുകയും വേണം, അവരുടെ കടം വീട്ടുകയും വസിയ്യത്തുകൾ നിറവേറ്റുകയും കുടുംബബന്ധം ചേർക്കുകയും അവരുടെ കൂട്ടുകാരെ ആദരിക്കുകയും ചെയ്യണം. പ്രവാചകരു പറഞ്ഞിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി അൻ യസിലർ റജുലു അഹ്ല വുദ്ദി അബീഹ്. ഏറ്റവും മികച്ച നന്മകളിലൊന്ന് ഒരു മകൻ തന്റെ ഉപ്പാന്റെ ഇഷ്ടക്കാരുമായി ബന്ധം നിലനിർത്തലാണ്. ജീവിതകാലത്തും മരണശേഷവും ഉപ്പാനോടുള്ള ബാധ്യതകൾ നിറവേറ്റുകയും അവർക്ക് നന്മ ചെയ്യുന്നത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റുകയും ആ ബോധം സ്വന്തം മക്കളിലും പേരമക്കളിലും വളർത്തുകയും ചെയ്തവരാണ് സൗഭാഗ്യവാന്മാർ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.